ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ബിഗിനറായിട്ടുള്ളവർക്ക് ചാനൽ രക്ഷപ്പെടണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ ചാനൽ എങ്ങനെ നോക്കി കാണണം, അവരിടുന്ന വീഡിയോയുടെ പെർഫോമൻസ് എങ്ങനെ നോക്കി കാണണം, ചാനൽ ഫ്രീസായോ ഡെഡായോ എങ്ങനെ നോക്കി കാണണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ചാനൽ കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും, ബിഗിനറായിക്കോട്ടെ വലിയ ആളുകളായിക്കോട്ടെ, അതായത് നല്ല ചാനൽ മുന്നോട്ട് പോകുന്നുണ്ട്, പെട്ടെന്ന് ദിടീർന്ന് സ്റ്റോപ്പായി വ്യൂസ് കയറുന്നില്ല, അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, എന്നിരുന്നാലും കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇതിൽ കുറച്ച് അറിവുള്ളവരുണ്ട്, കൂടുതൽ അറിവുള്ളവരുണ്ട്, ഇങ്ങനെ പല കാറ്റഗറിയാണ്. നമുക്ക് പറയാറില്ല 5 പേരിലും ഒരേപോലെ അല്ല എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. എനിക്കും പരിമിതികളുണ്ട്, നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ള എല്ലാവർക്കും കുറേശ്ശെ പരിമിതി എല്ലാവർക്കും ഉണ്ട്. എല്ലാം തേഞ്ഞതായിട്ടൊരു ഭൂമിയിൽ ആരുമില്ല എന്ന വിശ്വാസത്തോടു കൂടി ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്ന കാര്യം അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നോക്കിക്കാണുക. നിങ്ങളുടെ ചാനൽ ഗ്രോ ആവുന്നതിലൂടെ നിങ്ങൾ അതിൽ പ്ലേ ബട്ടൺ ലഭിച്ചു, ഫസ്റ്റ് പേയ്മെൻറ്റ് ലഭിച്ചു, ചാനൽ മോണിറ്റൈസേഷനായി, ചാനലിൽ ഇന്ന പോലെയുള്ള ഭാഗ്യങ്ങളെല്ലാം ഉണ്ടായി എന്ന് നിങ്ങൾ ഓരോരുത്തരും വാട്സപ്പിലൂടെ അറിയിക്കുമ്പോൾ അതിയായ സന്തോഷം എനിക്കും തോന്നാറുണ്ട്. കാരണം നമ്മുടെ ചാനൽ കണ്ടിട്ട് ഓരോ വ്യക്തികളും അവരുടേതായിട്ടുള്ള അച്ചീവ്മെൻറ്റ് പൂർത്തിയാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്നതിലൂടെ എനിക്ക് അതിൻ്റെ ക്രെഡിറ്റ് അങ്ങനെ തന്നെ ലഭിക്കുന്നതിൽ വളരെ സന്തോഷം ലഭിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ കണ്ട് ഇത്തരത്തിൽ ചാനൽ സക്സസ് ആവുന്ന ഓരോരുത്തർക്കും നമ്മളും അതിൽ ഒരു പങ്കാളിയായി എന്നുള്ളതിൽ വലിയൊരു അഭിമാനമാണ് എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഓരോ A to Z കാര്യങ്ങളും, യൂട്യൂബിൻ്റെ ഓരോ A to Z കാര്യങ്ങളും നമ്മുടെ ഫാമിലിയെ മനസ്സിലാക്കിപ്പിച്ച് നിങ്ങൾ ഇങ്ങനെയാണ് നോക്കേണ്ടത്, ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് കാണേണ്ടത്, ഇതെല്ലാം പറഞ്ഞു തരുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫാമിലി ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അതിയായ സന്തോഷം ഒന്നും കൂടി ഉണർത്തിക്കൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ്, ഇവിടെ ഞാൻ എൻ്റെ വീഡിയോയുടെ ചാനലിൻ്റെ സ്ക്രീൻ റെക്കോർഡാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾ ലാസ്റ്റ് 28 ദിവസത്തിൽ നോക്കുമ്പോൾ പലവരും ഈ ഒരു 28 ദിവസം തെറ്റിദ്ധരിക്കാറുണ്ട്. എസ്റ്റിമേറ്റാണ് ഇവിടെ കാണിക്കുന്നത്. 28ാമത്തെ ദിവസം കഴിഞ്ഞ് 29ലേക്ക് കിടക്കുമ്പോൾ, നാളത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ 28 തന്നെ കാണിക്കുക. പക്ഷേ 29ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകും. അതായത് റവന്യൂവിൽ മാറ്റം ഉണ്ടാകും, വാച്ച് അവറിൽ മാറ്റം ഉണ്ടാകും, വ്യൂസിൽ മാറ്റം ഉണ്ടാകും, അതുപോലെ സബ്സ്ക്രൈബറിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇവിടെ സബ്സ്ക്രൈബർ എന്തുകൊണ്ട് കുറയുന്നു, വ്യൂസ് എന്തുകൊണ്ട് കുറയുന്നു, ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഇവിടെ 28 ദിവസത്തെ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതിൽ തെറ്റിദ്ധരിക്കാണ്ടിരിക്കാനാണ് ആദ്യം തന്നെ ഈ ഒരു കാര്യം പറയുന്നത്. ഇതിൽ വാച്ച് അവർ നോക്കണ്ട, ഇതിൽ ഫുൾ വാച്ച് അവറാണ്. ഷോർട്സിൻ്റെയും ലോങ്ങിൻ്റെയും വാച്ച് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ 28 ദിവസത്തെ ഈ ഒരു ഗ്രാഫിൽ കാണിക്കുള്ളൂ. നിങ്ങൾ ഏൺ എന്നുള്ള പേജിൽ മോണിറ്റൈസേഷൻ ആവാത്തവരാണെങ്കിൽ ഏൺ എന്നുള്ള പേജിൽ പോയാൽ അതിൽ ഗ്രാഫ് കാണിക്കും. അതിൽ നോക്കിയിട്ട് നിങ്ങളുടെ എത്രത്തോളം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ വ്യൂസ്, ഷോർട്സ് വ്യൂസ് ആണെങ്കിൽ അത് നോക്കി മനസ്സിലാക്കുക. ഈ ഷോർട്സ് വ്യൂസ് പ്ലസ് വാച്ച് അവർ ഇതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ മതി, നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ഫ്രീസ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ പോകുന്നുണ്ടോ, നല്ല രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് ഉള്ള ചാനലാണോ? കുറേയായി ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല, എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇടുന്നു. പക്ഷേ ഇപ്പോൾ ഇടുന്ന വീഡിയോസ് എത്തരത്തിലാണ് യൂട്യൂബ് കൊണ്ടുപോകുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴാണ് നമുക്കിതിൽ പ്രവർത്തിക്കാൻ കൂടുതൽ ഊർജ്ജം ലഭിക്കുകയുള്ളൂ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് എത്തരത്തിലാണ് പോകുന്നത്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിലായി പറഞ്ഞു തരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് കാണിച്ചു തരാം. ആദ്യം ഇവിടെ 5.7K വ്യൂസ് നേടിയ ഒരു വീഡിയോ ഉണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ഞാൻ വീട്ടിലുള്ളപ്പോൾ ഞാൻ എടുത്തതാണ്. അപ്പോൾ അതിൽ ലേറ്റ് രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ ഉള്ള കാര്യം ഞാൻ നമ്മുടെ ഫാമിലിയോട് ഓപ്പണായിട്ട് തന്നെ ഞാൻ പറയാം. ലൈറ്റിൻ്റെ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ലൈറ്റ് ഞാൻ താഴെ വെച്ചിട്ടാണ്, അതിൻ്റെ ആ ഒരു ലൈറ്റ് അടിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കണം, എനിക്ക് ആ ഒരു അപ്ഡേഷൻ നമ്മുടെ ഫാമിലിക്ക് കൊടുത്തേ ആവൂ, പക്ഷേ എനിക്ക് ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള റീസൺ വെച്ച് ഞാൻ ഇരുന്നാൽ എനിക്ക് ഈ 5.7K വ്യൂസ് എനിക്ക് ലഭിക്കത്തില്ല. ആ ഒരു നോളജ് എൻ്റെ ഫാമിലിയെ അറിയിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ നമ്മളാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, എനിക്കും നാട്ടിൽ പോയപ്പോൾ സാഹചര്യം വളരെ കുറവായിരുന്നു, എന്നിട്ടും ഞാൻ ഒരു അപ്ഡേഷൻ വന്നപ്പോൾ എത്രയും പെട്ടെന്ന് എടുത്തു. പിന്നെയൊക്കെ യൂട്യൂബിൻ്റെ നമ്മുടെ ഫാമിലിയുടെ വർക്കാണ്. ലാപ്ടോപ്പിൽ ഒരുപാട് പേരുടെ വർക്ക് ഇനി പെൻഡിങ് ഉണ്ട്. ഈ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കലായിരുന്നു. അതുകൊണ്ടാണ് കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാണ്ടും, പിന്നെ ഫാമിലിയോട് കൂടിയിട്ടാകുമ്പോൾ നിങ്ങൾക്കറിയാലോ, എന്താ പറയുക, കുറേ അധികം തിരക്കായിരുന്നു ഫാമിലിയോടുകൂടെ. അതുകൊണ്ടാണ് റിപ്ലൈ ഒന്നും തരാൻ പറ്റാതെ ഇരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഒരുപാട് പേരുടെ വർക്ക് പെൻഡിങ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ തന്നെ സെലക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള ആ ഒരു യൂട്യൂബിൻ്റെ തമ്പനയിൽ കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് അഥവാ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ പെൻസിൽ ഉണ്ടല്ലോ, ഈ മുകളിലുള്ള പെൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്പനയിൽ അതുപോലെ ഡിസ്ക്രിപ്ഷൻ എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ.
അത് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഇതിൽ വ്യൂസ് കണ്ടോ നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നുണ്ട് ഗ്രാഫ്. അതുപോലെ തന്നെ വ്യൂ ഡ്യൂറേഷൻ ഇതും നമുക്ക് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല രീതിയിൽ വരുന്നതിനൊക്കെ ആരോ മാർക്ക് ഇങ്ങനെ മുകളിലോട്ട് കാണിക്കും. ടിക്ക് മാർക്ക് കാണിച്ചു കഴിഞ്ഞാൽ ആവറേജ് കുഴപ്പമില്ല എന്നുള്ളതാണ്. ആരോ മാർക്ക് താഴത്തോട്ടാണെങ്കിലാണ് നമ്മുടെ ചാനലിൻ്റെ വീഡിയോസിൻ്റെ പെർഫോമൻസ് ശരിയല്ല. തമ്പനയിലാണെങ്കിൽ ഇവിടെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് താഴോട്ടായിരിക്കും കാണിക്കുക, അതും ശരിയല്ല. അപ്പോൾ നമ്മൾ തമ്പനയിൽ മാറ്റുക. അതുപോലെ വീഡിയോയുടെ പെർഫോമൻസ് ശരിയല്ലെങ്കിൽ, അതായത് ഇത്തരത്തിൽ നമ്മുടെ വ്യൂസ് ശരിയല്ലെങ്കിൽ അതിൻ്റെ തമ്പനയിൽ ടൈറ്റിലൊക്കെ ചേഞ്ച് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്നുള്ളത് ആ വീഡിയോയുടെ പെർഫോമൻസ് അനുസരിച്ച് വരുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കൊടുക്കുന്ന കാര്യം നിങ്ങളുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ ഒരു ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വരത്തുള്ളൂ. അത് മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കണം. 10.14 മിനിറ്റ് വീഡിയോ ആണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു 10 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ആക്കിയത് എന്താണെന്ന് വെച്ചാൽ അതിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അത് ആക്കുന്നതല്ല. ആ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിലോട്ട് പോകുന്നതാണ്. പക്ഷേ നിങ്ങളെപ്പോഴും നമ്മുടെ ഫാമിലി എല്ലാവരും ക്രിയേറ്റേഴ്സ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അത് ബിഗിനറായിട്ടുള്ളവരാണെങ്കിൽ അതിന് പരിശ്രമിക്കേണ്ട. നല്ല രീതിയിൽ വ്യൂസ് വരുന്നവരാണെങ്കിൽ 8 മിനിറ്റിൽ കൂടുതൽ വീഡിയോസ് ആക്കുക. ആ 8 മിനിറ്റിൽ ആക്കുന്നതിൽ നിങ്ങൾ പറയുന്ന കാര്യം ഓഡിയൻസ് സ്കിപ്പ് ചെയ്യാതെ പോകാനുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. അല്ലാണ്ട് ഈ വീഡിയോ 8 മിനിറ്റ് ആക്കി അതിലൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്ന അവസ്ഥയാണെങ്കിൽ വീഡിയോ ഡെഡ് ആവും. വീഡിയോയിൽ ഓഡിയൻസ് റിട്ടൻഷൻ വരില്ല. ഈ ഗ്രാഫൊന്നും മുകളിലോട്ട് ഗ്രോ ചെയ്യത്തില്ല. ഈ കാര്യം മനസ്സിലാക്കണം. അല്ലാണ്ട് 8 മിനിറ്റ് ആക്കി എനിക്ക് കൂടുതൽ ഡോളർ കിട്ടും, 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോയ്ക്ക് മിഡ് റോൾ ആഡ്സ് വരുള്ളൂ എന്ന് കരുതിയിട്ട് 8 മിനിറ്റ് ആക്കാൻ നിൽക്കരുത്. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ള ഒരുപാട് വേണ്ടപ്പെട്ട കാര്യം ആ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രം 8 മിനിറ്റിൽ കൂടുതലാക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 മിനിറ്റിൽ താഴെയാണെങ്കിൽ ആ വീഡിയോ വൈറലാവാൻ സാധ്യതയുണ്ടെങ്കിൽ 2 മിനിറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ 2 മിനിറ്റ് മതി. അപ്പോൾ ആ വീഡിയോയും വൈറലാവും. അതിലൂടെയും ഏണിങ്സ് കിട്ടും, അതിലൂടെയും സബ്ബും എല്ലാം കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് മിഡ് റോൾ ആർട്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ആണെങ്കിൽ അതിന് ചെയ്യാൻ പറ്റും, കൂടുതൽ ഏണിങ്സ് കിട്ടുന്ന കാര്യമാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ വീഡിയോ പെർഫോമൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വീഡിയോയുടെ ഗ്രാഫ് കാണുന്നതായിരിക്കും. വ്യൂസ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നുണ്ട്. ഈ വീഡിയോ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അച്ചീവ്മെൻ്റാണ് ഈ വീഡിയോ എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. നല്ല ഹെൽപ്പിംഗ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് റെക്കമെൻഡേഷൻ നന്നായി ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, യൂട്യൂബ് റെക്കമെൻഡേഷനാണ് 4.5K വന്നിരിക്കുന്നത്. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാണ്. ഇത് നമ്മുടെ ചാനലിൽ വരണം. ഈ ഒരു കാര്യം ഇപ്പോൾ ബിഗിനറായിട്ടുള്ളവർക്ക് അത് കാണത്തില്ല, പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ അതിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട. വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്റ്റേണൽ സോഴ്സൊക്കെ ആയിരിക്കും കാണിക്കുക. ആ ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് മാറണം. അതിനാണ് യൂട്യൂബ് റെക്കമെൻഡേഷൻ, സജസ്റ്റഡ് വീഡിയോ ഇത്തരത്തിൽ വന്നാലാണ് നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ബിഗിനറായിട്ടുള്ളവർ ടെൻഷനൊന്നും ആവേണ്ട. വീഡിയോസ് ഇടുന്നതിനനുസരിച്ചിട്ട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് പയ്യെ വരുന്നതായിരിക്കും. നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ എന്തായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് എക്സ്റ്റേണൽ സോഴ്സ് കൂടുതൽ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും, സബ്സ്ക്രൈബ് ഫീഡ്, അത് ചാനൽ പേജ്, അതേഴ്സിലൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സ് കാര്യങ്ങളൊക്കെ വരും. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓഡിയൻസ് റിട്ടൻഷൻ കാണാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു. അതിൻ്റെ താഴെ ഇൻട്രോ കണ്ടോ, ഇത് നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, കീ മൂവ്മെൻറ്റ് ഫോർ ഓഡിയൻസ് റിട്ടൻഷൻ. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ വീഡിയോയുടെ പെർഫോമൻസ് ആണ് ഇതിൽ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ വീഡിയോ എത്രത്തോളം ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്, എത്ര മിനിറ്റ് വീഡിയോസിൽ ഇരിക്കുന്നുണ്ട്, വീഡിയോസ് ഏതെങ്കിലും പകുതി വെച്ചിട്ട് കൂടുതൽ കാണുന്നുണ്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പ് മൂവ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ മൊത്തം കണ്ടോ പിങ്ക് കളർ ഫുള്ളായിട്ടുണ്ട്. അതായത് ആളുകൾ ആ വീഡിയോ പകുതി മുക്കാലും അല്ലെങ്കിൽ ലാസ്റ്റ് വരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇടയിൽ ഒരു കോളൊക്കെ വരുന്നുണ്ട്, സോറി. അത് ഇങ്ങനെ തന്നെയാണ്, നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് ഫാമിലി ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യണതും ആ ഫോണിലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ടോപ്പ് മൂവ്മെൻറ്റ് എന്നുള്ളതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ സ്പൈക്ക് ആൻഡ് ഡിപ്പ് എന്നുള്ളുണ്ട്. ഈ രണ്ടും വർക്കായിട്ടില്ല. അതായത് രണ്ടും ഇതിലില്ല. കണ്ടോ, ഇതിൽ രണ്ടും ആയി. സ്പൈക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു ഗ്രാഫ് നിന്ന് ഇടയിൽ നിന്ന് വെച്ചിട്ട് പെട്ടെന്ന് മുകളിലോട്ട് കയറുന്നു. ഡിപ്പ് എന്ന് വെച്ചാൽ പെട്ടെന്ന് കുത്തനെ താഴുക. അതായത് അവിടെ ഓഡിയൻസ് പോകുന്നേ ഇല്ല, ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുക എന്നൊക്കെ പറയില്ല. അങ്ങനെ ഓഡിയൻസ് ഫുള്ളായിട്ട് അങ്ങനെ വന്ന് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഭാഗം വരെ, അല്ലെങ്കിൽ 8 മിനിറ്റിലുള്ള വീഡിയോ അല്ലെങ്കിൽ 10 മിനിറ്റുള്ള വീഡിയോ 5 മിനിറ്റ് തൊട്ടിട്ട് ഇവിടെ കാണാൻ പറ്റും. എത്ര മിനിറ്റ്, 10.14 ഇവിടെ കണ്ടോ. ഇതിൻ്റെ ഈ ഇടയിൽ വെച്ചിട്ടൊക്കെ ഡിപ്പ് ചെയ്തിട്ട് പോകണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആളുകൾ കാണാനേ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള അർത്ഥമാണ്. ഈ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ വീഡിയോസിനെ നമ്മൾ വിലയിരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. ഓക്കെ. ഇൻട്രോയിലാണ് വെച്ചാൽ ഇൻട്രോ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യുക. ഫസ്റ്റ് പെർഫോമൻസ് നമ്മുടെ ഇൻട്രോ ആണ്.
ഈ ടോപ്പ് മൂവ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത്തരത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിയൽ ടൈം വ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ബ്രൗസർ ഫീച്ചറിൽ നിന്ന് വന്നിട്ടുള്ളത് സജസ്റ്റഡ് വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ, ബ്രൗസർ ഫീച്ചർ യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുന്നതും അതുപോലെ സജസ്റ്റഡ് വീഡിയോ, മറ്റുള്ള വീഡിയോയുടെ താഴെ സജസ്റ്റഡ് ആയിട്ട് പോകുന്നത്. നമ്മുടെ പോലെ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരുടെ ഒക്കെ വീഡിയോയുടെ താഴെ പോയിട്ട് നമ്മുടെ വീഡിയോ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിൽ സജസ്റ്റ് ചെയ്യുന്ന അതുപോലെ ചാനൽ പേജസ്, എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ട് 19, അത് നമ്മുടെ ഫാമിലിയൊക്കെ ഇത്തരത്തിൽ ഷെയർ ചെയ്യുന്ന, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. ഞാൻ ആർക്കും വാട്സപ്പിലൂടെ ഷെയർ ഒന്നും ചെയ്ത് കൊടുക്കാറില്ല. നമ്മുടെ ഫാമിലി തന്നെ ഈ വീഡിയോ പലവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ അതർ യൂട്യൂബ് ഫീച്ചേഴ്സൊക്കെയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ബ്രൗസർ ഫീച്ചർ, സജസ്റ്റഡ് വീഡിയോ, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ ബ്രൗസർ ഫീച്ചർ, സജസ്റ്റഡ് വീഡിയോ നമ്മുടെ വീഡിയോസിന് കൂടുതൽ വരണം. അതുപോലെ യൂട്യൂബ് റെക്കമെൻഡേഷൻ വരണം. യൂട്യൂബ് റെക്കമെൻഡേഷൻ, നോട്ടിഫിക്കേഷൻ, ട്രാഫിക് സോഴ്സാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ വരുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്ററായി. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ 392 നോട്ടിഫിക്കേഷൻ പോയിട്ടുള്ളൂ. പക്ഷേ ആ ഫാമിലി കാണുന്ന ഫാമിലി ആണെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യാൻ തുടങ്ങും. വീഡിയോ കാണും എന്നുള്ളവർക്ക് നമ്മുടെ വീഡിയോ പോയാലേ നമുക്കൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. അതിലൂടെയാണ് യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ യൂട്യൂബ് റെക്കമെൻഡേഷനാണ് വരേണ്ടത്. അതുപോലെ നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഫീഡ്, ഇതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ വരുന്ന ഒരു ചാനലാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പോകുന്നതിലൂടെയാണ് യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുന്നത്. സജസ്റ്റഡ് വീഡിയോയിലൊക്കെ പോകുന്നതൊക്കെ നമ്മുടെ ഫാമിലി കാണുന്നതിലൂടെ അറ്റ് എ ടൈം നമ്മുടെ ഫാമിലി കൂടുതൽ വാച്ച് ചെയ്യുന്നതിൻ്റെ പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ ചാനൽ മൂവ് ആകുന്നത്. നമ്മുടെ കാണും എന്നുള്ള നമ്മുടെ ഫാമിലി ഉണ്ടെങ്കിലേ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയുള്ളൂ. നമ്മുടെ ഫാമിലിക്ക് ഉപകാരപ്രദമായിട്ടുള്ള കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററിൻ്റെയും ദൗത്യം എന്നുള്ളത്. അല്ലാണ്ട് ചുമ്മാ ചറപറാന്ന് വീഡിയോസ് ഇട്ടു അവർ കാണുന്നില്ല. ഇപ്പോൾ കുറേ പേരുണ്ട് ലൈവൊക്കെ ചെയ്യുന്നു, ആളെ ഇല്ല. പക്ഷേ ലൈവ് ചെയ്യുന്ന രീതി എന്താണ്? എല്ലാവരും വരൂ, എന്നെ കൂട്ടാക്കൂ, അല്ലെങ്കിൽ ആ ലൈവിൽ അവർക്ക് ഓഡിയൻസ് ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും താല്പര്യമാണ് ആ ലൈവ് കാണാൻ. അപ്പോൾ ചുമ്മാ അങ്ങനെ ഇരുന്ന് ലൈവ് ചെയ്തുകൊണ്ട് ലൈവിൽ ആൾ വരണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിനെ എൻഗേജഡ് ആക്കാൻ വേണ്ടി ഓരോ കഥകൾ, ചിലപ്പോൾ എന്തെങ്കിലും കുസൃതി ചോദ്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും PSC റിലേറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അതുമായി ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ആൻസർ പറയുക, അല്ലെങ്കിൽ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ എൻഗേജഡ് ആക്കിയിട്ട് ആ ഒരു ലൈവ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് ഇരുന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ ആ വീഡിയോയ്ക്ക് ഓഡിയൻസ് റിട്ടൻഷൻ, ആ ലൈവിൽ കൂടുതൽ ഓഡിയൻസ് റിട്ടൻഷൻ വരുമ്പോൾ ഒരുപാട് പേരുടെ മുന്നിലേക്ക് ലൈവും റെക്കമെൻഡേഷനും പോകും. കാരണം ഒട്ടനവധി പേര് ലൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈവിലോട്ട് വരുന്നത് എങ്ങനെയാണ്? ഒരുപാട് പേര് യൂട്യൂബിലോട്ട് വന്നിട്ട് ഇത്തരത്തിൽ ലൈവൊക്കെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ആയിരിക്കും ചിലപ്പോൾ റെക്കമെൻഡേഷൻ പെട്ടെന്ന് കാണിക്കുക. അപ്പോൾ ഇത്തരത്തിലൊക്കെ വരുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടുന്ന ആ ഒരു എൻഗേജ്മെൻറ്റ് തന്നെയാണ്. നമ്മുടെ ഫാമിലി ഇരുന്ന് കാണുന്നു, അതിലൂടെ കിട്ടുന്ന എൻഗേജ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ ആ ഒരു ചാനലിലോട്ട് കിട്ടുന്ന ഓഡിയൻസൊക്കെ കിട്ടുന്നതൊക്കെ ഇത്തരത്തിലാണ്. റെക്കമെൻഡേഷൻ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാണ്. അതുപോലെ മറ്റുള്ള വീഡിയോയുടെ താഴെയൊക്കെ സജസ്റ്റ് ചെയ്യണം. യൂട്യൂബ് തന്നെ ആ വീഡിയോസ് ഇട്ട് കൊടുക്കുകയാണ്. കാണൂ, ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദം, ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഇത്തരത്തിൽ പോകുന്നത് അവർക്ക് അത് ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തന്നെ കൊണ്ടുപോകുന്നതാണ്. അത് അത്തരത്തിൽ പോയാലേ നമ്മുടെ ചാനൽ ഗുണമുള്ളൂ. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇവിടെ റീച്ച് ഒന്ന് കാണിക്കാം. റീച്ച് കാണിക്കുന്നത് ഇത്തരത്തിൽ യൂട്യൂബ് ഇംപ്രഷനും അതുപോലെ തന്നെ അതിൻ്റെ ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ്. ബ്രൗസർ ഫീച്ചർ ഞാൻ പറഞ്ഞു, സജസ്റ്റഡ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര ശതമാനം അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സൈറ്റിൽ നിന്ന് വന്നിരിക്കുന്നത് വാട്സപ്പും ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, അതായത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നതൊക്കെയാണ്. പിന്നെ ഇവിടെ നമുക്കിവിടെ കാണാനുള്ളത് ഇവിടെ എൻഗേജ്മെൻ്റ് ആണ്. ഓക്കെ, എൻഗേജ്മെൻറ്റ് ഇവിടെ കാണിക്കുന്നത് വാച്ച് ടൈം എത്ര കിട്ടി എന്നുള്ളതാണ്. അതുപോലെ ഹൈപ്പ് എത്ര കിട്ടി എന്നുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഹൈപ്പ് പോയിൻ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. 47 പേര് ഹൈപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓഡിയൻസ് റിട്ടൻഷൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു കീ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ ഡിസ്ലൈക്ക് കണ്ടോ, ഇവിടെ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് എത്ര എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ ഓഡിയൻസ് ആണ്. ഓഡിയൻസിൽ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ യൂണിക് ഓഡിയൻസ് ഇവിടെ കണ്ടോ, എത്രത്തോളം യൂണിക് ഓഡിയൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വന്നിട്ട് കണ്ടോ, ഫസ്റ്റ് പെർഫോമൻസിൽ വന്ന് പിന്നെ താഴോട്ടാണ് ഗ്രാഫ് കേട്ടോ. പിന്നെ റവന്യൂയിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയി കണ്ടോ, 6.75 എന്തുണ്ട് ഡോളർ. ഓക്കെ, അത് എത്ര വ്യൂസിനാണ് അറിയോ? ഇവിടെ കാണിച്ചാൽ വ്യൂസ് 5.7K വ്യൂസിനാണ് ഈ ഒരു റവന്യൂ കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റവന്യൂ എന്തുകൊണ്ടാണ് കയറിയിരിക്കുന്നത്? സാധാരണ ഇന്ത്യൻ റവന്യൂ 3000 വ്യൂസൊക്കെ വന്നാലാണ് നമുക്ക് $1.5 കയറുള്ളൂ. ഇത് 5.7K വ്യൂസ് ഉണ്ടായിട്ട് $6.75 ഉണ്ട്. അപ്പോൾ ഈ ഡോളർ കിട്ടണമെന്നുണ്ടെങ്കിൽ 8 മിനിറ്റിൽ കൂടുതലുള്ള മിഡ് റോൾ ആഡ്സൊക്കെ കൂടുതൽ പ്രവർത്തിക്കുന്നു, ഓഡിയൻസ് റിട്ടൻഷൻ അധികരിക്കുന്നു, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കുറവാണ്, വീഡിയോസിന് നല്ല രീതിയിൽ പെർഫോമൻസ് വരുന്നുണ്ട് എന്നുള്ളതിലാണ് ഈ ഒരു ഡോളർ വരുന്നത്. $6.75
ഡോളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡോളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാത്ത രീതിയിലും നമ്മുടെ വീഡിയോ പെർഫോമൻസും അതുപോലെ നമ്മുടെ ഓഡിയൻസ് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്താൽ അതിൽ ഡോളർ കയറും. 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ആണെങ്കിൽ മിഡ്രോൾ ആഡ്സ് വയ്ക്കാം. ഓക്കെ, ഇത്തരത്തിലാണ് കണ്ടോ ഇവിടെ വാച്ച് പേജ് ആഡ്സ്, യൂട്യൂബ് പ്രീമിയം എന്ന് വെച്ചാൽ ആളുകൾ ആഡ്സ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പൈസ കെട്ടിയിട്ട് വീഡിയോ കാണും. അതിൽ യൂട്യൂബ് പ്രീമിയം എടുത്തവരുടെ അതായത് യൂട്യൂബ് നമുക്ക് പേയ്മെൻറ്റ് തരും, പക്ഷേ ഈ ആഡ്സ് കാണിക്കില്ല. ആരൊക്കെയാണോ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തവർ അവരുടെ മൊബൈലിലോ ഡിവൈസിലോ ഇത്തരത്തിൽ ആഡ്സ് വരത്തില്ല, ആഡ്സ് പ്ലേ ആവില്ല, അവർക്ക് ഇരുന്ന് വീഡിയോ കാണാം. പക്ഷേ ആ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുന്ന പൈസ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മുടെ വീഡിയോ ആണ് കാണുന്നത് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് യൂട്യൂബ് ഒരു പേയ്മെൻറ്റ് തരുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ 0.4% ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ വീഡിയോ പെർഫോമൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വീണ്ടോ RPM, അതായത് 1000 വ്യൂസിന് $1.23 മിനിമം ഇവിടെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ താഴെ ഇവിടെ കാണിക്കുന്നുണ്ട് ഹൗ മച്ച് അഡ്വർടൈസർ പ്ലേ, അതായത് അഡ്വർടൈസർ നമുക്ക് പേ ചെയ്യുന്നത് 2.27 ആണ്. ഓക്കെ, 2.27 നിന്ന് യൂട്യൂബ് ബാക്കി എടുത്തിട്ടാണ് നമുക്ക് 1.23 തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, യൂട്യൂബ് അത്തരത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതെല്ലാം. ഓക്കെ, പിന്നെ ഇവിടെ ഏണിങ്സ് ബൈ ടൈപ്പ് എങ്ങനെയൊക്കെയാണ്, സ്കിപ്പബിൾ ആഡ്സ്, ഏതൊക്കെ ആഡ്സാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ടോപ്പ് അഫിലിയേറ്റ് പ്രോഡക്റ്റ്, അപ്പോൾ 10K സബ്സ്ക്രൈബ്സിൽ കൂടുതലുള്ളവർക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടാഗ് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിഷയം നിങ്ങൾ വീഡിയോസിൽ അവതരിപ്പിച്ചിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതും പണി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായാലും ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ എങ്ങനെ നോക്കി കാണണം, എന്തൊക്കെയാണ് നിങ്ങളുടെ ചാനലിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കി കാണേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിലായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് മനസ്സിലാക്കുന്നതിലൂടെ ചാനൽ നോക്കി കാണേണ്ടതും ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ വീഡിയോയുടെ പെർഫോമൻസ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ആ ഗ്രാഫ് ഉണ്ടല്ലോ ഇതിൽ കാണിക്കും, റീച്ച് എന്നുള്ളതിൽ ഈ ഗ്രാഫ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഗ്രാഫ് ഓവർവ്യൂവിൽ കാണിച്ചു തരാം. ഈ ഒരു ഗ്രാഫ് കണ്ടല്ലോ, ഇത് മെയിനായിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഓക്കെ, ഇൻട്രോ, ടോപ്പ് മൂവ്മെൻറ്റ്, അതുപോലെ സ്പൈക്ക്, ഡിപ്പ്, ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ വീഡിയോയുടെ പെർഫോമൻസ്, നിങ്ങൾ എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ ചാനൽ നിങ്ങൾ എത്രത്തോളം പെർഫോമൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഗ്രാഫ് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ വീഡിയോസ് എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇത് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമുണ്ടോ എന്നുള്ളത് ഈ ഗ്രാഫ് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾ പലപടിയും പോയിട്ട് നിങ്ങൾ മുട്ടും, എൻ്റെ വീഡിയോ ഒന്ന് നോക്കുമോ, എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്യുമോ, നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തിയ ശേഷം നിങ്ങൾ ആ വീഡിയോയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ആ വീഡിയോയുടെയും ഇതുപോലെ പെർഫോമൻസ് ചെക്ക് ചെയ്യുക. ഇതൊക്കെ കഷ്ടപ്പെടുന്നതിലൂടെ മാത്രം നേടിയെടുക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയുള്ളൂ. എൻ്റെ കയ്യിൽ ഒരുപാട് പേര് വാച്ച് അവർ ചെയ്യാനും സബ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ ഞാനും പറയും, നിങ്ങൾ ഈ വാച്ച് അവറൊക്കെ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തു, ഓക്കെ, എല്ലാം ചെയ്തു വെച്ചു, പക്ഷേ നിങ്ങൾ കഷ്ടപ്പെടണം. നിങ്ങൾ കഷ്ടപ്പെടാണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കില്ല. വരുമാനം ലഭിക്കുക എന്നുള്ളത് വാച്ച് അവർ ചെയ്താൽ ശരി, ചെയ്തില്ലെങ്കിൽ ശരി, നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടേ വരുമാനം ലഭിക്കത്തുള്ളൂ. നിങ്ങൾ എങ്ങനെയാണോ ചാനലിൽ നന്നായി വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അതിൽ വരുമാനം വരും. നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു, കഷ്ടപ്പെടുക പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാണ്ട് വെറുതെ കഷ്ടപ്പെടുകയല്ല. ഈ ഒരു ഐഡിയകളെല്ലാം ഉപയോഗിക്കണം. എൻ്റെ ചാനലിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്തൊക്കെയാണെന്നുള്ള മനസ്സ് ഇരുത്തി പ്രവർത്തിച്ചാൽ മാത്രമേ ചാനലിൽ മുന്നോട്ട് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻസി ആയിട്ട് നിലനിർത്താനും കൂടി സാധിക്കണം. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, മോണിറ്റൈസേഷൻ ആവുന്ന വരെ നന്നായി കഷ്ടപ്പെടും, മോണിറ്റൈസേഷൻ ആയ ശേഷം പിന്നെ അങ്ങോട്ട് ലൂസാവും. മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി മാത്രം കഷ്ടപ്പെട്ട പോലെയുള്ള ആളുകളുണ്ട്. അങ്ങനെയല്ല, ഏതൊരു ചാനലായിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഈ ഒരു യൂട്യൂബ് ആയിക്കോട്ടെ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഇതെല്ലാം ഒരു പാഷനായിട്ട് എടുത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരും. കാരണം വീഡിയോസ് ഇട്ടില്ലെങ്കിൽ അവരുടെ നെഞ്ഞിൽ ഒരു ഭാരമായിരിക്കും, ഞാൻ ഇന്ന് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ദിവസം പോയല്ലോ. കാരണം അവർക്ക് വ്യൂസ് കാര്യങ്ങളല്ല, ഇതിലൊരു പാഷനായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതിലൂടെ അവർ പാഷനിലൂടെ പൈസ ഉണ്ടാക്കും, അവർക്കായിട്ടുള്ള ഒരുപാട് ഓഡിയൻസ് കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പാഷനായിട്ടാണെങ്കിൽ ശരി, വർക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജോലിയായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ശരി, നിങ്ങളത് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുക. എന്നിരുന്നാലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുന്നില്ല. ഈ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കരുതലോടുകൂടി വീണ്ടും ഇതുപോലെ യൂട്യൂബിൻ്റെ ടിപ്സ് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന പോലെയുള്ള കണ്ടൻറ്റ് ഞാൻ വീണ്ടും കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.